കുറച്ച് സ്ഥലം ഞാൻ ക്ലീൻ ചെയ്തു. ഇവിടെ ഇപ്പോൾ മരം നടാൻ വേണ്ടി ഇവിടെ 2 മാവും അതിൻ്റെ അപ്പുറത്ത് ഒരു പ്ലാവും വരുന്നുണ്ട്. അത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് അത് പ്ലാവും വരുന്നുണ്ട്. ആ ഏരിയ മാവും പ്ലാവും നടാനുള്ള ഈ ഏരിയ ഞാൻ ക്ലീൻ ചെയ്തു. ഇനി നട്ടാൽ മതി. ഇപ്പുറ സൈഡിലേക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്നും നടാനില്ല, ഇവിടെ ഫുള്ളാണ്. വീഡിയോ കണ്ടറിയാൻ പറ്റില്ല, ഈ ഏരിയയിൽ മൊത്തത്തിൽ ഫുള്ളാണ്. അവിടെ പക്ഷേ കുറച്ച് ആ വെട്ടിക്കളഞ്ഞ കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ എടുത്ത് പറക്കി മാറ്റിയിടാനുണ്ട്. അവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. മഴ പെയ്തതിൻ്റെയാണ് മൊത്തത്തിലൊരു കുളിർമയുണ്ട് എല്ലായിടത്തും. ചക്ക കുറേ ഉണ്ടായിട്ടുണ്ട്. ഈ കൊല്ലം ചക്ക മേടിക്കാനാരും വന്നില്ല. കുറേ ചക്ക ഉണ്ടായി കിടക്കുന്നുണ്ട്. ചക്കയ്ക്ക് ഈ കൊല്ലം ഡിമാൻഡ് കുറവാന്ന് പറഞ്ഞു. ഈ ചക്കയൊക്കെ ആരെങ്കിലും വരണാണെങ്കിൽ നല്ലതാണ്. കാരണം ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ്. നമ്മളെ ഇവിടുത്തെ ചുമ്മാ ഉപയോഗിക്കാതെ അത് പഴുത്ത് ചാടി നഷ്ടപ്പെട്ടു പോവാണ്. പക്ഷേ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ സം വൺ. അപ്പോൾ അതിനൊരു പ്രോപ്പർ സപ്ലൈ ചെയിൻ ഇന്ത്യയിലില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ചക്കയൊക്കെ ഇപ്പോൾ മേടിക്കാനൊന്നും ഒരു മനുഷ്യനും മനില്ല. അപ്പോൾ അത് ഒരു സപ്ലൈ ചെയിൻ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ മേളിൽ കയറി പറിച്ച് കിട്ടും, അതിനൊരു സപ്ലൈ ചെയിൻ വേണം. അത് ഇന്ത്യയിലില്ല. ഈ ഏരിയയാണ് ഞാൻ ക്ലീൻ ചെയ്തത്. ഇതിപ്പോൾ എത്ര ഏരിയ ക്ലീൻ ചെയ്തത്? ഇവിടെ 2 എണ്ണമാണ് ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ മാങ്കോസ്റ്റിന് ഇപ്പുറത്ത് ഇവിടെ മറ്റേ തായ്ലൻഡ് മാങ്കോയും, ഇവിടെ മാങ്കോസ്റ്റിനും, ഇവിടെ തായ്ലൻഡ് 2 ട്രേസ് അവിടെ പ്ലാൻ ചെയ്തേക്കണം. ആദ്യം കാണിച്ച് ഞാൻ ക്ലീൻ ചെയ്ത ഏരിയയിൽ പ്ലാൻ ചെയ്തിരുന്നത് 2 മാംഗോ ട്രീസും, അതായത് നീലാരി പസന്തും പിന്നെ ഒരു ബഡ് ജാക്ക് ഫ്രൂട്ട് ട്രീയും ആദ്യം ഞാൻ ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞ ഏരിയയിൽ, അപ്പുറം റോഡിൻ്റെ ആദ്യം കാണിച്ച ഏരിയയിൽ അവിടെ നീലാരി പസന്തും പിന്നെ കൊളംബ് മാംഗോയും ജാക്ക് ഫ്രൂട്ട് ട്രീയാണ്. അവിടെ 3 ഐറ്റം, ഇവിടെ 2 ഐറ്റമേ ഉള്ളൂ. ഇവിടെ ഒരു മാങ്കോസ്റ്റ് ഇവിടെ സെൻറ്ററിൽ വരും, ഈ ഏരിയയുടെ എക്സാക്ട് സെൻറ്ററിൽ ഒരു മാങ്കോസ്റ്റിൻ വരും. പിന്നെ ഇവിടെ ഒരു മാംഗോയും വരും. 2 ട്രീ മതി എന്നാണ് പറഞ്ഞത്. വൈഫും പറഞ്ഞാൽ അത്രയും മതി എന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് മാറ്റി കൊടുത്തെങ്കിലും, അപ്പോൾ ഇതൊക്കെ ഷെയ്ഡഡ് ഏരിയ ആണ്, വേണമെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാം ഭാവിയിൽ. പിന്നെ തീരുമാനിച്ചു വേണ്ട, ഇവിടെ കരിവേപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാമെന്ന് വെച്ചു. ബാക്കിയുള്ള ഫ്രീ ഏരിയയിൽ ഇവിടെ പച്ചക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വെച്ചു. ഈ ഏരിയയിലൊന്നും വലിയ സ്പേസ് ഇല്ല. ഇവിടെയൊക്കെ ഒന്നും ഓൾമോസ്റ്റ് എല്ലാം നട്ട്മഗ് ട്രീസ് ആയിട്ട് ഫുള്ളാണ്. അവിടെ ഇപ്പോൾ ഒരു 3 നട്ട്മഗ് ട്രീ, 2 ബഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ അവിടെ നട്ടിട്ടുണ്ട്. അത് പൊങ്ങി വരുന്നുണ്ട്. ജബോട്ടിക്ക് അവിടെ നടാമെന്ന് വെച്ചാൽ പിന്നെ വൈഫ് പറഞ്ഞു അവിടെ വേണമെങ്കിൽ ബാക്കിലേക്ക് നടാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ 2 ജാക്ക് ഫ്രൂട്ട് ട്രീയും 3 നട്ട്മഗ് ട്രീയും കൂടെ പൊങ്ങുമ്പോൾ അവിടെയുള്ള ഗ്യാപ്പ് തീരും. ഇവിടെയൊന്നും ഗ്യാപ്പില്ല, എല്ലായിടത്തും ഫുള്ളാണ്. ഇത് പിന്നെ സൈഡിൽ ഫാദറായിട്ട് നട്ടത് പഴയ മാവുകളൊക്കെ. ഇതിൻ്റെ പേരറിയില്ല. ഇഷ്ടംപോലെ കായല്ല കൊല്ലം മാങ്ങ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള നീരാരി പസന്ത് ആ റോഡിൻ്റെ സൈഡിൽ ഒരെണ്ണമുണ്ട്, അതിലുണ്ടായിട്ടില്ല നേരെ. അതും കുറേ വർഷങ്ങളായതാണ്, അതിലുണ്ടായിട്ടില്ല. ഈ 2 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പുറ സൈഡിലൊരു മൂവാണ്ടുണ്ട്, അത് ഫാദർ നട്ടതാണ്. ഈ 5 മാവ് ഫാദർ നട്ടുണ്ട്. അതിൽ 3 കായ്ക്കണ, 1 2 3 3 കായ്ക്കണുണ്ട് ഫാദർ നട്ടയിൽ. 2 കായ്ച്ചിട്ടില്ല. ഒരു നീലമാവ് ഫാദർ നട്ടത് ഇത്രയും വർഷങ്ങളായി. അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് വന്നു. അത് അവിടെ മരം വെട്ടിയ സമയത്ത് അത് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് പിന്നെ അത് പൊളിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഇതേവരെ കായ്ച്ചിട്ടില്ല. അത് മൂവാണ്ടിന് നീലാരി പസന്റ്, പിന്നെ വേറെ ഒരു 3 ഫാദർ നട്ടത് കായ്ക്കുന്നുണ്ട്. ബാക്കിൽ ഞാൻ നട്ട 2 കായ്ക്കുന്നുണ്ട്. ഈ ഏരിയയിലാണ് ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാൻ ചെയ്തേക്കണേ. മതിലിൻ്റെ ഇപ്പുറയായിട്ട് ഒരു ഗ്യാപ്പ് കാണുന്നില്ല. അവിടെ ജാക്ക് ഫ്രൂട്ട് ട്രീ, അതായത് ബഡ് ജാക്ക് ഫ്രൂട്ട് ട്രീ ആദ്യം ഫോട്ടോയിൽ കാണിച്ചത് പ്ലാൻ ചെയ്തേക്കണം. മറ്റേത് കൊളംബ് നീലാരി പസന്ത്, ഇത് ഒരു പ്രിയൂർ മാവാണ് നിൽക്കണം. അതിൻ്റെ ബാക്കിലായിട്ട് വരും. അപ്പോൾ ഇവിടെ നോക്കിയാൽ സ്പേസ് വലിയ തോന്നുന്നില്ല. പക്ഷെ അപ്പുറം സൈഡിൽ നിന്ന് വേറെ ആംഗിൾ നോക്കുമ്പോൾ അവിടെ സ്പേസ് ഉണ്ട് ബാക്ക് സൈഡിൽ. ഇതിപ്പോൾ പ്രിയൂരാണ് ഫ്രണ്ടിൽ വെക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരു 10 അടി മാറി ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് മാറി വരും. ഒരു ആംഗിളിൽ 10 അടിയിൽ വരും.
ഒരു ഒരു 45 ഡിഗ്രി ആംഗിളിൽ അവിടെ നിന്ന് 10 അടിയിൽ വരും. ഒരു സൈഡിൽ കുളമ്പും വരും, മറു സൈഡിൽ നീലാരി പ്രസന്തും വരും. അപ്പോൾ ഈ ഏരിയ ക്ലിയർ ആവും.